സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഗോസിപ്പൊന്നുമല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന സംഭവം തന്നെയാണ്. അതായത് മമ്മൂക്കാന നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കലാപവും മണിയും. കാരണം എന്താണെന്ന് വെച്ചാൽ മണിച്ചേട്ടന ഭയങ്കര ഇഷ്ടമാണ് ജനങ്ങൾക്കെല്ലാം. അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഓരോ ദിവസവും നമ്മൾ മണിച്ചേട്ടനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ ചെയ്ത ചില നന്മ പ്രവൃത്തികൾ ഇന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ അസൂയുള്ള കുറച്ച് ആൾക്കാരുമുണ്ട്. അതായത് മണിച്ചേട്ടനെ കണ്ടുകൂടാത്ത ആൾക്കാരുണ്ട്. മണിച്ചേട്ടൻ്റെ നാട്ടിൽ തന്നെ ചാലക്കുടി എന്ന് പറയുന്ന ആ ഒരു നാടിനെ ഇന്ന് ലോക പ്രശസ്തമാക്കിയത് ഈ മണി തന്നെയാണ്. പക്ഷെ മണിയെ കണ്ടുകൂടാത്ത ആൾക്കാരുണ്ട്. മണീൻ്റെ ജാതിപരമായിട്ടും അതുപോലെ മണി പെട്ടെന്നുണ്ടായ പണക്കാരനാണ്, മണി അത് ആർഭാടം കാണിക്കുകയാണ്, മറ്റുള്ളവരെ സഹായിക്കുന്ന കണ്ടുകൂടാതെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ മണിക്ക് എതിരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും മണിച്ചേട്ടൻ്റെ മരണശേഷം ചാലക്കുടി ഏകദേശം ഉറങ്ങിയതുപോലെയായിരുന്നു. രാവ് പകൽ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എന്ത് പരിപാടി വന്നു കഴിഞ്ഞാലും അവിടെ ഒരുപാട് നടന്മാരുടെ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത്. അതായത് കലാമണി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിക്കുമായിരുന്നു. ഈ ചാലക്കുടി ഈ കലാമണിയുടെ വീടിനടുത്തുള്ള ഒരു അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരും അവിടെ എത്തും എന്നുള്ളതാണ്. ദിലീപ്, നാദിർ ഷാ, ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ അവിടെ എത്തും. അതാണ് മണിയുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി എന്നും ഒരു പിന്നെ എന്താ പറയുക, ഉറക്കമില്ലാത്ത ഒരു രാവുകളായിരുന്നു. മണി പാടിയിലുണ്ടെങ്കിൽ ഒരുപാട് പേര് പാടിയിലേക്ക് വരും. അപ്പോൾ ഇപ്പം ഞാൻ വന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയും മണിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വേറെ ഒന്നുമല്ല, മമ്മൂക്ക മണിയുടെ കുടുംബത്തോട് ചെയ്ത ഒരു കാര്യം എനിക്കിവിടെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാലോ മണിയുടെ മകളാണ്. മണിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറാക്കണം എന്ന് തന്നെയായിരുന്നു. ആ മകള് +2 SSLC പരീക്ഷ എഴുതുമ്പോഴാണ് മണി മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്ക് ഭയങ്കര മാനസികപരമായ സമ്മർദ്ദമുണ്ടായിരുന്നു. പരീക്ഷ എഴുതാൻ കഴിയാതെ അങ്ങനെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലെ സിസ്റ്റേഴ്സൊക്കെ കൂട്ടിപ്പോയിട്ടാണ് മണിയുടെ മകളെ പരീക്ഷ എഴുതിച്ച് തിരികെ കൊണ്ടുവന്ന് ആക്കിയത്. അപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം മാർക്കൊക്കെ കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചിട്ട് ഇത്രയല്ലേ ദിവസമായുള്ളൂ എന്ന്. പക്ഷേ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി മണി വളരെ വലിയ മാർക്കോടുകൂടി പാസ്സാകുന്നു. മണിയുടെ ആഗ്രഹം പോലെ തന്നെ മകളെ +2 ചേർന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിന് പഠിക്കാൻ വേണ്ടിയിട്ട് ചേരുകയാണ്. ആലോചിച്ച് നോക്കണം. അതായത് മണിയുടെ ഇഷ്ടം, മണിയുടെ ആഗ്രഹം അത് ശ്രീലക്ഷ്മിയിലൂടെ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മണി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് പാവപ്പെട്ട രോഗികളെ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മണിയുടെ അച്ഛനും അമ്മക്കൊക്കെ വല്ലപ്പോഴും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നാട്ടുവൈദ്യന്മാരുടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് മണി അതിന് പറഞ്ഞ ഉത്തരം. അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയോട് പറഞ്ഞു, മകളോട് പറഞ്ഞു, മോളെ ഒരാളോട് പോലും പൈസ വാങ്ങിക്കരുത്, പാവപ്പെട്ട എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചികിത്സിക്കണം, അതിനു വേണ്ടിയിട്ട് പപ്പ ഇവിടെ ഒരു ഹോസ്പിറ്റൽ കെട്ടിത്തരുമെന്നാണ് മണി എന്ന് മകളോട് പറഞ്ഞത്. പക്ഷേ ആ ആഗ്രഹവും അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗ്യവും ഒന്നും ചാലക്കുടിക്കാർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അതിനു മുന്നേ നമ്മളെല്ലാം വിട്ട് മണി പോയി. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴേ മകള് ഡോക്ടറൊക്കെ ആയി പഠിച്ചു വന്ന് കഴിഞ്ഞതിന് ശേഷം അഭിനന്ദനങ്ങളുമായി മലയാള സിനിമയിൽ ഒട്ടുമിക്ക ആൾക്കാരും പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും ഇപ്പോഴും പോയിട്ട് ശ്രീലക്ഷ്മിയോട് പറയുകയാണ്, മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതായത് മമ്മൂക്കയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള ബാംഗ്ലൂരിലുള്ള ഹോസ്പിറ്റലിൽ തുടർ പഠനങ്ങൾക്കും അതുപോലെ പ്രാക്ടീസിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മമ്മൂക്കയുടെ വലിയൊരു ഹോസ്പിറ്റലാണ് ബാംഗ്ലൂരിലുള്ളത്, പല ആൾക്കാർക്കും അറിയാം. അവിടത്തേക്കാണ് മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഇതിൽ കൂടുതൽ സന്തോഷം എന്തെങ്കിലും വേണം? അതായത് മണിയോട് പണ്ട് മുതലേ മമ്മൂക്കയ്ക്ക് ഒരു വലിയ സ്നേഹമുണ്ട്. മണിയോട് മാത്രമല്ല, മമ്മൂക്കയ്ക്ക് ഒരുപാട് പേരോട് സ്നേഹമുണ്ട്. ചില ആൾക്കാരോടൊക്കെ പറയാറുണ്ട് മമ്മൂക്ക ഓരോരോ ആൾക്കാരോടും, ഇതൊക്കെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഈ കോമഡി
കാണിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവരെ കൊണ്ട് കോമഡി കാണിപ്പിച്ച് മണിയെ കൊണ്ട് പലതരത്തിലുള്ള കോമഡിയും കാണിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. അതാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് കൊച്ചു കുട്ടികളുടെ കൂടെയും മമ്മൂക്ക ചേർന്ന് നിൽക്കും എന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര അഹങ്കാരിയാണ്, ഉള്ളയാളാണ്, ഒന്നുമല്ല. അദ്ദേഹം പഞ്ചപാപമാണ് അവിടുന്ന്. അതായത് ഇത്രയും മനുഷ്യന്മാരോട് നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നൊരു നടൻ വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ നമ്മളെ വിടില്ല എന്നുള്ളതാണ്. നമ്മളെ വിട്ടു കഴിഞ്ഞാലും അദ്ദേഹം വിടില്ല. വല്ലപ്പോഴും ഒരു മെസ്സേജ് അദ്ദേഹം അയച്ചിരിക്കും. അങ്ങനെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ. അല്ലാതെ നമ്മളൊക്കെ ഈ സിനിമയിൽ കാണുന്ന പോലെ പരിക്കൻ സ്വഭാവമാണ്, അയാളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മമ്മൂക്ക അയാൾക്ക് തനക്കലമാണ്, അഹങ്കാരമാണ്. ഇതൊക്കെയാണ് പണ്ട് മുതലേ മമ്മൂക്കാനെ പറ്റിയിട്ട് നമ്മൾ കേട്ടത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും നമ്മൾ നേരിട്ട് അറിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം പലരെയും നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും വരുന്ന പല കോമഡി താരങ്ങളും അദ്ദേഹം ഓരോരോ ആൾക്കാരെ കൊണ്ടുവന്നതാണ്. അതായത് ഇപ്പോൾ മറുമലർച്ചി എന്ന് പറയുന്നൊരു സിനിമ, തമിഴ് സിനിമേൻ്റെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കലാണ്. മമ്മൂക്ക ഒരു കാര്യം ചെയ്തു. ആ ഒരു സംവിധായകനോട് പറഞ്ഞു, മണി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ഈ ഒരു വേഷം കൊടുത്തു കഴിഞ്ഞാൽ നന്നാകുമെന്ന്. അങ്ങനെ ആദ്യത്തെ മണീൻ്റെ തമിഴ് സിനിമയാണ് മറുമലർച്ചി എന്ന് പറയുന്ന സിനിമ. അതിലൂടെയാണ് മണി തമിഴിലെത്തുന്നത്. പിന്നെ മണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മളെല്ലാവരും കണ്ടതാണ് സാമി എന്നുള്ള സിനിമയിലൊക്കെ മണിയുടെ ആ പ്രകടനം എന്തായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ദൃശ്യത്തിൻ്റെ തമിഴ് പതിപ്പിൽ വരെ അഭിനയിച്ചിട്ടാണ് മണി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അത്രത്തോളം മമ്മൂക്ക എന്ന് പറയുന്നൊരു കലാകാരൻ പലപ്പോഴും പല ആൾക്കാരെയും ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ടിനി ടോം മുതൽ അതുപോലെ തന്നെ നമ്മുടെ ബിജുക്കുട്ടനെ ഒരു കരിവണ്ട് എന്ന് പറയുന്നൊരു സിനിമയിൽ, അതായത് നമ്മുടെ ഉഷാ ഉതുപ്പൊക്കെ അഭിനയിച്ച ജോഷി സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിൽ കരിവണ്ട് എന്ന് പറയുന്നൊരു കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടാണ് ബിജുക്കുട്ടൻ വരുന്നത്. ആലോചിച്ച് നോക്കണം, മമ്മൂക്ക ബിജുക്കുട്ടനൊക്കെ കൃത്യമായിട്ട് കണ്ടുവച്ചിരിക്കുന്നു. കാരണം ഇന്ന കഥാപാത്രത്തിന് ബിജുക്കുട്ടൻ വേണം, അത് റെഡി ശരിയാകും എന്നുള്ളതിൽ. അതുപോലെ തന്നെ ടിനി ടോം പലപ്പോഴും പറഞ്ഞത് എൻ്റെ ശരീരം വിറ്റിട്ടാണ് ഞാൻ ഇവിടെ സിനിമയിൽ അഭിനയിച്ചതെന്നാണ്. കാരണം രഞ്ജിത്തിൻ്റെ ഒരു സിനിമ, അതായത് പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഇതിൽ മമ്മൂട്ടി ട്രിപ്പിൾ റോളാണ്. അതിലൊരു റോളിൽ മുഖമില്ലാതെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ടിനി ടോമിനെയാണ് വിളിച്ചത്. അങ്ങനെയാണ് ടിനി ടോമിന് മറ്റൊരു സിനിമയിൽ രഞ്ജിത്ത് മുഴുനീള കഥാപാത്രം കൊടുക്കുകയും അദ്ദേഹം അത് വളരെയധികം മനോഹരമായി ചെയ്യുകയും ചെയ്തത് എന്നാണ്. അപ്പോൾ അത്രത്തോളം സ്നേഹമുള്ള മമ്മൂക്ക ഈ മിമിക്രി കലാകാരന്മാരോടൊരു പ്രത്യേക സ്നേഹം കാണിച്ചിരുന്നു. ആ ഒരു സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ നമ്മുടെ കലാവമണി എന്ന് പറയുന്ന നടന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും കലാവമണി മമ്മൂക്കയുടെ മനസ്സിൽ ഒരു നൊമ്പരമായിട്ട്. അതുകൊണ്ടല്ലേ തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മകള് അച്ഛനില്ലാത്ത അവസ്ഥയിലും ഇതൊക്കെ പാസ്സായി എന്നറിഞ്ഞപ്പോഴേ ഓടി വന്ന് ആശ്വസിപ്പിച്ച് അതുപോലെ തന്നെ അനുഗ്രഹിച്ച് ഇതുപോലൊരു ഓഫറും കൂടി ചെയ്യാൻ മമ്മൂക്കയ്ക്കല്ലാതെ മറ്റൊരു നടന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ജെനുവിനാണ് മമ്മൂക്ക. നന്ദി, നമസ്കാരം.